ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പുസ്തകങ്ങളെ നമുക്ക് തുറക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം. ആ 7-ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ നമുക്കൊന്ന് ധ്യാന പുരസ്കാരം നോക്കാം. അവിടെ ആദ്യം കാണുന്നത് ശതാധിപനാണ്. ശതാധിപൻ തൻ്റെ ദാസനുമായിട്ട് വരുന്ന ഭാഗമാണ് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്, അല്ലേ? 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് നായിം പട്ടണത്തിലെ വിധവയെക്കുറിച്ചാണ്. ഏകമകൻ നഷ്ടപ്പെട്ടു. 18 മുതലുള്ള വാക്യങ്ങൾ കാണുന്നത് യോഹന്നാൻ സ്നാപകനും ആയിട്ടുള്ള സംസാരമാണ്. 36-ാമത്തെ വാക്യത്തിൽ മുതൽ കാണുന്നത് ശീമോൻ്റെ വീട്ടിലേക്ക് യേശു വരികയും അവിടെ പാവനിയായൊരു സ്ത്രീ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതുമാണ്. അങ്ങനെ 4 സംഭവങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഒരധ്യായമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം, ലൂക്ക് ചാപ്റ്റർ 7. അതിനകത്ത് നമുക്ക് ചിന്തിക്കാവുന്നിടത്തോളം ശാന്തമായിട്ട് ചിന്തിക്കാം. 1-ാമത്തെ ഭാഗം, ജനങ്ങൾക്ക് തൻ്റെ വചനമൊക്കെയും പറഞ്ഞതിന് ശേഷം അവൻ കഫർന്നഹൂമിൽ ചെന്നു. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. മതി. ശതാധിപന് പ്രിയനായ ദാസൻ. ശതാധിപൻ, സഹസ്രാധിപൻ അർത്ഥം, സഹസ്രാധിപൻ അർത്ഥം 1000-ാധിപൻ. ദശാധിപൻ 10-ലധിപൻ. ദശരഥൻ അറിയാം? അല്ല, കേട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ ദശാധിപൻ, ശതാധിപൻ 100 പേർക്ക് അധിപൻ, ഒരു 100 പേരുടെ ക്യാപ്റ്റനാണ്. ശതാധിപൻ അദ്ദേഹത്തിൻ്റെ സംഭവമാണ് അവിടെ കാണുക. ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായി. അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട്, ആരാ? ശതാധിപൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. ഈ ശതാധിപൻ്റെ പ്രത്യേകതകൾ നമുക്ക് ഒന്ന് നോക്കാം. യേശു അവിടേക്ക് വരികയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടായ ഒരു മനുഷ്യനാണ് ആര്? ശതാധിപൻ. തനിക്ക് വേണ്ടിയല്ല, മറ്റൊരാൾക്ക് വേണ്ടിയാണ്. തൻ്റെ പ്രിയനായ ദാസനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടി തനിക്ക് വക്കാലത്ത് പറയാൻ മീഡിയേറ്റേഴ്സായിട്ട് അയച്ചത് യഹൂദന്മാരുടെ മൂപ്പന്മാരാണ്, എൽഡേഴ്സാണ്. പക്ഷേ ഈ ദാസൻ, now centurion had a servant who was sick and at the point of death, but he was highly valued by him. പ്രിയനായ ശതാധിപന് പ്രിയനായ, he gave high value to this servant. വളരെ വാല്യൂ ആയിട്ട് ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. അവനെ കുറിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ വസ്തുത പറയാൻ വേണ്ടി മൂപ്പന്മാരെ മധ്യസ്ഥതയ്ക്ക് അയച്ചു, വക്കാലത്ത് പറയാൻ, അല്ലെങ്കിൽ ശുപാർശയ്ക്ക് അയച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. ഒരു വാക്ക് പറയുകയാണ്, അതൊന്ന് നോക്കുന്ന നല്ലതാണ്. നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. ആര്? ശതാധിപൻ. അപ്പോൾ ശതാധിപൻ്റെ 1-ാമത്തെ ക്വാളിറ്റി, ശതാധിപൻ ആരാണ്? യോഗ്യൻ. ഒരു സർട്ടിഫിക്കറ്റാണ്. മനുഷ്യർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റാണ്. ദൈവം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, മനുഷ്യർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ധാരാളം ഉള്ളവരാണ്. പക്ഷേ +2ൻ്റെ സർട്ടിഫിക്കറ്റ് പണ്ട് വാല്യൂ ചെയ്തിരുന്നത് ഏത് സർട്ടിഫിക്കറ്റാണ്? നേരത്തെ വാല്യൂ ചെയ്തിരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഏതായിരുന്നു? 10th ആയിരുന്നു. അതിന് മുമ്പ് 7th ആയിരുന്നു. 7ാം തരം പാസ്സായി, പിന്നെ 10 ആയി, ഇപ്പോൾ അതും പോയി. എന്തായി? 12 ആയി. അതിനും വലിയ വാല്യൂ, ഇതൊരു പേപ്പറിൻ്റെ വാല്യൂ പോലും കാണത്തില്ല. സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ കാലം പോകുമ്പോഴും മനുഷ്യൻ കൊടുക്കുന്നതും ദൈവം കൊടുക്കുന്നതുമായ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഇവിടെ മനുഷ്യൻ കൊടുത്തിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ആ മനുഷ്യൻ ആരാണ്? യോഗ്യനാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞ്, എന്താണ് യോഗ്യൻ? യോഗ്യൻ എന്നാണ് പറയുക. ആ മനുഷ്യൻ ആരാണ്?
യോഗ്യനാണ്. അവൻ്റെ അടുക്കൽ ചെന്നിട്ട് അവൻ നമ്മളെ പറ്റി പറയാൻ അവന് ഹീ ഈസ് വർത്തി ടു ഹാവ് യു ഡൂ ദീസ് ഫോർ ഹിം. ഹീ ഈസ് വർത്തി. അവൻ യോഗ്യനാണ്. വായി നോക്ക് വന്ന ഒരാളെക്കുറിച്ച് നമ്മളെന്താ പറയും? വായി നോക്കാത്തൊരു കുറവാണ്. വായി നോക്കാന്ന് പറഞ്ഞാൽ ദന്തിസ്റ്റിൻ്റെ ജോലിയല്ല. അത് ഒരുതരം വാന്നോട്ടം ആണെങ്കിൽ പോലും നമ്മളവരെ വായി നോക്കികളെന്ന് വിളിക്കുമോ? ഇല്ല. സാധാരണ പറയുന്നൊരു പേര്, അവൻ ആളൊരു വായി നോക്കിയ. നിങ്ങൾ അറിഞ്ഞില്ലേലും നമ്മളെക്കുറിച്ച് പലരും പറയാറുണ്ട്. കൂടുതലും വായി നോക്കിയാന്ന് ആണുങ്ങളെക്കുറിച്ചായിരിക്കും പറയുന്നത്. ആരാ പറയുന്നത്? സ്ത്രീകളായിരിക്കും. ഇനി പെൺപിള്ളേരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ പെൺപിള്ളേരെക്കുറിച്ച് ആൺപിള്ളേർ പറഞ്ഞും കേട്ടോണ്ട് അവളൊരു വായി നോക്കിയ. വായി നോക്കിയെന്ന് സർട്ടിഫിക്കറ്റ് ഉള്ളവർ നമ്മൾ അത് കേൾക്കത്തില്ല. അതാ വേറെ വിഷയം. പിന്നെ ചിലരെക്കുറിച്ചൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അറുത്ത കൈക്ക് ഉപ്പ് കേൾക്കത്തില്ല. അറിയാം അറുത്ത കൈക്ക് ഉപ്പ് കേൾക്കത്തില്ല പറഞ്ഞാൽ? നമുക്കറിയാം. അർത്ഥം അറിയാം? അല്ല, ഭയങ്കര പിശുക്കലാണ്. എന്താ പറയുന്നത്? സ്റ്റിഞ്ചിയാണ്. ഒന്നും 5 പൈസയ്ക്ക് വിട്ടുവീഴ്ച. പണ്ട് കൈ മുറിഞ്ഞാൽ എന്തോ തേച്ചാൽ മതി. ഇപ്പോഴാണ് മരുന്നൊക്കെ തേക്കുന്നത്. പണ്ട് ഉപ്പ് നല്ല. ഇപ്പോൾ ഈ നമ്മുടെ ഈ ഉപ്പ് പൊടി അഴുക്കാം. ഒറിജിനൽ ഉപ്പുണ്ട്, അത് തേച്ചാൽ ഒരുമാതിരി മരുന്നൊക്കെ മുറിവൊക്കെ കരിയും. അത് മരുന്നുകൂടാണ്. അതുകൊണ്ടാണ് നീരൊക്കെ വരുമ്പോൾ ഉപ്പുകല്ലിൽ ഉപ്പ് വെച്ച് കെട്ടും, ഉപ്പ് വെള്ളത്തിൽ മുക്കി വെക്കും. അപ്പോൾ ഉപ്പ് ഒരു തരം മരുന്നാണ്. ഈ അഴുക്കുകളെല്ലാം അബ്സോർവ് ചെയ്യാനുള്ളൊരു കഴിവ് ഉപ്പിനുണ്ട്. കൂടിയ അഴുക്കാണെങ്കിലും ഉപ്പ് ഒരു കണക്കിന് നല്ലതാണ്. അപ്പോൾ അർത്ഥ കൈക്ക് ഉപ്പ് കേൾക്കത്തില്ല എന്നുള്ള സർട്ടിഫിക്കറ്റിൻ്റെ അർത്ഥം എന്നാ? പിശുക്കനാണ്. 5 പൈസയ്ക്ക് എന്തില്ല? ഉപകാരിയില്ല. ആളാരാ? ഗുണവും ഇല്ല. അറിയാം, എറണാകുളത്താണെങ്കിലും ഇതൊക്കെ അറിയാം അല്ലേ? ഗുണവും ഇല്ല, ദോഷമില്ല എന്ന് പറഞ്ഞാൽ ഒരു ഗുണമുള്ള മനുഷ്യനല്ല. ആർക്കും ഒരു ഉപകാരവും ഇല്ല. അവനവൻ്റെ കാര്യം നോക്കി പൊയ്ക്കോളും. അപ്പോൾ ഇങ്ങനെ കുറേ സർട്ടിഫിക്കറ്റുകൾ നമുക്കൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ സർട്ടിഫിക്കറ്റ് എന്താ? അവൻ ആരാണ്? യോഗ്യനാണ്. അത് ചെറിയൊരു കാര്യമാണോ? അല്ല. മനുഷ്യരാൽ സർട്ടിഫിക്കറ്റ് പ്രാപിച്ച വ്യക്തികൾ വേദപുസ്തകത്തിലുണ്ട്, ദൈവത്താൽ സർട്ടിഫിക്കറ്റ് പ്രാപിച്ചവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യരാൽ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതല്ല, ഇത് ഒരു വാല്യൂ ഉള്ള കാര്യമാണ്. യേശു കർത്താവിൻ്റെ അടുക്കൽ ഇങ്ങനൊരു മനുഷ്യൻ്റെ കഥയാണ് ഇവിടെ പറയുക. അവൻ ആരാണ്? യോഗ്യനാണ്. അതുകൊണ്ട് യോഗ്യരായിരിക്കണം. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കണം. വസ്ത്രധാരണം എന്തായിരിക്കണം? യോഗ്യമായിരിക്കണം. നടപ്പിലും ഞാൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയത്തില്ല. നമ്മൾ പറഞ്ഞ ഇവരൊന്നും കേൾക്കത്തില്ല. പിന്നെ ഇവരെല്ലാം അങ്ങ് ഒതുങ്ങും. കുറച്ച് കഴിയുമ്പോൾ എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അങ്ങ് ഒതുങ്ങും. ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം അങ്ങ് ഒതുങ്ങും. ഇപ്പോൾ ഈ ഭയങ്കര സ്പീഡിൽ പോകുന്ന പിള്ളേരൊക്കെ 30 കാണാം. അവിടെ പുറകിൽ നമ്മൾ ഓണടിക്കേണ്ടി വരും ഇവരൊന്ന് മാറിപ്പോകാൻ. അങ്ങനെ അങ്ങ് ഒതുങ്ങിക്കോളും. അത് പിന്നെ പേടിക്കണ്ട. അങ്ങ് പ്രാർത്ഥിച്ച് നമ്മളങ്ങ് ഒതുക്കും എല്ലാത്തിനും. നമ്മുടെ ജോലി പ്രാർത്ഥിച്ച് എന്ത് ചെയ്യുക? ഒതുക്കുക. മുടി വെട്ടാത്തവനെ ഉപവസിച്ച് മുടി വെട്ടിപ്പിക്കുക. നമ്മുടെ ജോലി അതൊക്കെയാണ്. അപ്പം എന്നാലും എപ്പോഴും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് വസ്ത്രവും ധരിക്കാം. വസ്ത്രം ധരിക്കുന്നതിനൊന്നും ഇന്നത് വേണം, ഓരോരുത്തരുടെ കൺവീനിയൻസാണ്. ഇപ്പം ഞാൻ മുണ്ട് ധരിക്കുന്ന വിശുദ്ധിയുടെ കൊണ്ടുകൊണ്ടൊന്നല്ല, എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ധരിക്കുന്നത്. അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. അതുകൊണ്ട് ഞാൻ വിശുദ്ധനാണെന്ന് പറയാൻ ഒക്കുമോ? ഒന്നുമില്ല. എന്നാലും എല്ലാം എന്തായിരിക്കണം? അത്രയേ ഉള്ളൂ. എന്തായിരിക്കണം? യോഗ്യമായിരിക്കണം. നമ്മൾ കണ്ണാടിക്ക് മുമ്പ് ഇന്നിട്ട് നോക്കണം, ഇതെന്താണോ യോഗ്യമാണോ നോക്കിയാൽ നമുക്കറിയാം. നമ്മുടെ മനസ്സാക്ഷിക്ക് അറിയാം എന്താണ് യോഗ്യമെന്ന്. ഓരോ ഫങ്ഷനും പോകുമ്പോൾ അതിൻ്റേതായ യോഗ്യതയുണ്ട്. നമ്മളിപ്പോൾ ഈ ഫോർമൽ എന്നൊക്കെ പറയത്തില്ലേ, ഇന്ന് ഫോർമൽ അങ്ങ് പോയി ഇൻഫോർമലായി. അത് വലിയ അച്ചായന്മാരെ കൊണ്ടുവന്നാണ് ഒരു കാലിൽ ഒരു വള്ളിയുള്ള ചെരുപ്പും കണ്ടിട്ടില്ലേ, വേറെ കാല വേറെ ചെരുപ്പും, മുടി കെട്ടാതെ മേളിലോട്ട് കളത്തി വലിച്ച് റബ്ബർ ബാൻഡ് ഇട്ടിട്ടും ഒരു സ്റ്റൈലാണ്. പക്ഷേ കല്യാണത്തിന് പോകുമ്പോൾ അങ്ങനെ പോകാനൊക്കെ പോകും ഇല്ല. അപ്പോൾ എന്തായിരിക്കണം? യോഗ്യമായിരിക്കണം. ചർച്ചിൽ പോകുമ്പോൾ എന്തായിരിക്കണം? യോഗ്യമായിരിക്കണം അല്ലേ? എൻ്റെ ഒരു സുഹൃത്ത് വലിയൊരു കമ്പനിയുടെ GM അല്ല, അതിൻ്റെ ഒരു മെയിൻ പോസ്റ്റിൽ ഇരുന്ന ആളാണ്. അപ്പം സായിപ്പായിരുന്നു അതിൻ്റെ അവരപ്പോൾ അദ്ദേഹം
വിദേശത്തുനിന്ന് ഈ കമ്പനി വന്നിട്ട് പുള്ളിയുടെ പെർഫോമൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു. തിരിച്ചു പോയപ്പം തിരിച്ച് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, പുള്ളി മുടി ചീകത്തില്ല, ഇങ്ങനെ വലിച്ച് ഇടത്തേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, ഇത് സിനിമാശാലയല്ല, നാളെ തൊട്ട് വൃത്തിയായിട്ട് ജെല്ല് പുരട്ടി ചീകി വെച്ചിട്ട് ഈ ഓഫീസിൽ വരാം. ഇതിന്ന കമ്പനിയുടെ ഓഫീസാണ്, നീ ഇരിക്കുന്ന ചെയറിനൊരു മാന്യതയുണ്ട്, അതുകൊണ്ട് ആ ചെയറിൻ്റെ മാന്യത എന്ത് ചെയ്യണം, നോക്കണം. ശരിക്കും സിമ്പിളായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. എന്നാലും എല്ലാം എന്തായിരിക്കണം, യോഗ്യമായിരിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്തായിരിക്കണം, യോഗ്യ. ഞാൻ ഇന്നത് ഇടണമെന്ന് പറഞ്ഞോ? ഇല്ല. ഇന്നത് ഇടരുതെന്ന് പറഞ്ഞോ? ഇല്ല. ഇങ്ങനെ വെട്ടണമെന്ന് പറഞ്ഞോ? ഇല്ല. പണ്ട് മിലിറ്ററി കട്ട് വിശുദ്ധിയുടെ ഭാഗമായിരുന്നു പറഞ്ഞാൽ ഇവിടെ എല്ലാം ചിരച്ച് വെച്ച് വരുന്ന ഒരു വിശുദ്ധരായിരുന്നു, കണ്ടോ? ഇപ്പോൾ അതെന്താ ഫാഷനായി. ഒരിക്കലത്തെ ഫാഷൻ ഒരു സമയത്തെ എന്താകും, വിശുദ്ധിയാകും. ഒരിടത്തുള്ള വിശുദ്ധി പിന്നെന്താകും, ഫാഷനാണ്. ഇതെല്ലാം മാറി മാറി വരും. ഫാഷൻ എപ്പോഴും ഇങ്ങനെ ഒരു റൊട്ടേഷനാണ്. പണ്ടത്തെ കാറുകളെ പോലെ വീണ്ടും പഴയ കാറുകൾ ഫാഷനാകും. ഓരോ സമയത്ത് ഓരോന്ന് എന്താകും. ഇടയ്ക്ക് ടൈറ്റ് പാൻറ്റ് ഫാഷനായി, ഇപ്പം എന്തായി, ലൂസ് പാൻറ്റ് ഫാഷനായി. പണ്ടെന്തായിരുന്നു, ലൂസായിരുന്നു. അപ്പോൾ ഓരോ സമയത്തും ഓരോന്ന് വരും. അത് തന്നെ എന്ത് ചെയ്തും വരും, തിരിച്ചും വരും, അല്ലേ? നോക്കിക്കൂ, അധികം താമസിയാതെ ഫംഗ്ഷനൊക്കെ ചട്ടയും മുട്ട് കൊടുത്ത ചേച്ചിമാർ വരും. നിങ്ങൾ ഉറപ്പായിട്ടും നോക്കിക്കൂ, വലിയ മെയിൻ ഫംഗ്ഷനൊക്കെ നല്ല വെള്ള ചട്ടയും മുണ്ടൊക്കെ കൊടുത്ത ചേച്ചിമാർ കൊന്തയൊക്കെ ഇട്ട് ഈ കുടുക്കൊക്കെ ഇട്ട് വരുമ്പോൾ അന്ന് അതെന്തായിരിക്കും, ഫാഷനായിരിക്കും. അപ്പം എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒറ്റ കാര്യം, മനസാക്ഷിയോട് ചോദിക്കുക, എന്താണോ യോഗ്യമാണ്. എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം, പക്ഷേ എന്തായിരിക്കണം, യോഗ്യമായിരിക്കണം. ഈ അൺപാർലമെൻ്ററി വേർഡ്സ് എന്നൊക്കെ പറയത്തില്ലേ, പാർലമെൻ്ററി ഉണ്ട്, അൺപാർലമെൻ്ററി വേർഡ്സ് ഉണ്ട്. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കണം, യോഗ്യമായിട്ട് സംസാരിക്കണം. ഇപ്പോഴത്തെ ഈ പിള്ളേരുടെ എല്ലാം വായുടെ അറ്റത്തൊരു ഇഷ്ടപ്പെട്ടാലും സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഒരു ചീത്ത വരും. മനസ്സിലായില്ലേ? ചീത്ത വരും. അങ്ങനെ ഒരു ചീത്ത പറഞ്ഞു ഒരു പയ്യൻ, എപ്പോഴാണെന്നറിയാം, അവൻ കല്യാണം കഴിഞ്ഞ്, കേൾക്കണേ, കെട്ടാറാകുന്ന പിള്ളേരെല്ലാം കേൾക്കണം. അവൻ കല്യാണം കഴിഞ്ഞ്, പ്രത്യേകിച്ച് ആൺപിള്ളേർ കേൾക്കണം. കല്യാണം കഴിഞ്ഞപ്പോൾ ഇവൻ ഭയങ്കര ഡിസിപ്ലിനാണ്, നല്ല എല്ലാം അടുക്കി പറക്കി വെക്കുന്നവനാണ്. അവൻ്റെ പെണ്ണ് കെട്ടി വന്നപ്പോൾ അവളെ ഈ ഗൗണെല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ മാറത്തില്ലേ, അടുത്ത ഫോട്ടോഷൂട്ടിന് വേണ്ടി എല്ലാം മാറി ഇവൻ അവൻ്റെ മുറിയിലോട്ട് ചെന്നപ്പോൾ ഇവൾ ഗൗണും എല്ലാം കൂടെ ഊരി അവൻ്റെ കട്ടിലേ ഇട്ടേക്കുക. എന്നിട്ട് ഇവൾ അടുത്ത് കിട്ടുകൊണ്ട് ഫോട്ടോയ്ക്ക് പോയി ചാടി ഇറങ്ങി വന്നു. അപ്പം ഇവളിങ്ങനെ കട്ടിലെ, ഇവൻ നോക്കിയപ്പം കട്ടിലെ മുഴുവൻ സാധനം, ഇവനാണെങ്കിൽ കട്ടിലെ ഒന്നും ഇടത്തില്ല. അവളാണെങ്കിൽ കട്ടിലെ ബെഡ്ഷീറ്റ് മടക്കാത്ത പാർട്ടിയാണ്. ഇവൻ്റെ അപ്പം മിലിറ്ററിക്കാനായതുകൊണ്ട് മടക്കി വെക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവൻ, നിങ്ങൾ പറയുന്ന ഞാൻ പറയത്തില്ല, എന്നാലും സാധാരണ പിള്ളേർ പറയുന്ന എസ് കൂട്ടിയ ഒരു ചീത്തയില്ലേ, ടക്കെന്ന് അവൻ്റെ വായിൽ നിന്ന് വന്നു. പെണ്ണ് കേട്ടു. അവൾ വണ്ടിയിൽ കയറി ഒരു ടാക്സി പിടിച്ച് അവിടെ വീട്ടിൽ പോയി. അന്ന് തന്നെ ഡിവോഴ്സായി. സെയിം ഡേയിൽ സെയിം ഈവനിങ്ങിൽ ഡിവോഴ്സായി. അതുകൊണ്ട് ചീത്ത പറയുന്ന കൊള്ളാം, പെൺപിള്ളേർ കേൾക്കരുത്. പണ്ടത്തെ പിള്ളേരെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരെന്തോ ചെയ്യും, ഇട്ടു. എന്താ പറഞ്ഞാലും എന്തായിരിക്കണം, യോഗ്യമായിരിക്കണം. ഭാഷ യോഗ്യം, വസ്ത്രധാരണം യോഗ്യം, അപ്പിയറൻസ് യോഗ്യം. അപ്പം യോഗ്യമായത് എന്നാണ് പറയുക. അവൻ ആരാണ്, യോഗ്യൻ. അപ്പം ശതാധിപൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി അവൻ യോഗ്യനാണ്. രണ്ടാമത്തെ ക്വാളിറ്റി അവൻ നമ്മുടെ ജനത്തെ രണ്ടാമത്തെ ക്വാളിറ്റി എന്താ, സ്നേഹമുള്ള. ആരോട്, തൻ്റെ ജനത്തോട് സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ, തൻ്റെ ജനം എന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മുടെ വീട്ടുകാരെ സ്നേഹിക്കണം. നമ്മുടെ ജനമാണ് ഇമ്മീഡിയറ്റ് നമ്മുടെ ജനമെന്ന് പറയുന്ന ആരെയാണ്, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, നമ്മുടെ സഹോദരങ്ങൾ. അവരോടെന്ത് വേണം, സ്നേഹം വേണം. അപ്പനും അമ്മയും വലിയ ആളൊന്നും അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യണം, സ്നേഹിക്കണം. ആ കൂട്ടുകാരൻ്റെ അമ്മ എന്തുവാണെന്നറിയാമോ, ആ ചെറുക്കൻ്റെ പപ്പ എന്തുവാണെന്നറിയാമോ, അതിന് പകരം നമ്മുടെ ഒരു കോന്തൻ ഒന്നും പറയല്ലേ. അപ്പനെ അമ്മയെ എന്ത് ചെയ്യണം, സ്നേഹിക്കണം. ചിലരുണ്ട് അവർ വലിയ കൂട്ടുകാരൊക്കെ ആയ ഇച്ചിരി പ്രായവ്യത്യാസമുള്ള ഇളയത്തങ്ങളെ കൂട്ടത്തില്ല, അവരെ അങ്ങ് ഒഴിവാക്കരുത്. അവർക്ക് ഭയങ്കര കോംപ്ലക്സ് ഉണ്ടാവും. പിന്നത്തേത്, അനിയത്തിമാരെ അനിയന്മാരെ എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്.
കൂട്ടുകാരെ കാണുമ്പോൾ പൊടിയോന്ന് പറയരുത്. ഇളയത്തുങ്ങളെയൊക്കെ ഒഴിവാക്കരുത്. അവരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര കോംപ്ലക്സ് ഉണ്ടാകും. വീട്ടുകാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. കെട്ടി വന്ന വീട്ടുകാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിൻ്റെ വീട്ടുകാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അപ്പോൾ അടുത്തത് നമ്മുടെ ജനമെന്ന് പറയുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചുള്ള എന്താ? അവരുടെ സഭയാണ്. ലവ് ഫീസ്റ്റിലെ സഭാംഗങ്ങളൊന്ന് കൈ ഉയർത്തിക്ക്. ഓക്കെ. താത്തിൻ്റെ അടുത്ത കാര്യം ആരെ സ്നേഹിക്കണം? സഭയെ സ്നേഹിക്കണം. ദൈവദാസനെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഈ പാസ്റ്റർ എന്തൊരു പാസ്റ്റർ, ആ പാസ്റ്റർ നല്ല പാസ്റ്റർ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അവരെ വെറുക്കണ്ട. പക്ഷേ തൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നമ്മുടെ ജനത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. സ്തോത്രം ചെയ്തേ. ഞാൻ നിങ്ങളുടെ കൂടെ സഭയെ വരട്ടേന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നെ എനിക്ക് പറ്റിയ അബദ്ധം നിനക്ക് പറ്റില്ലെന്ന് പറയുന്ന വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കോ പറ്റിപ്പോയി, നിനക്കോ പറ്റരുത്, ഞാനിപ്പോൾ മാറിയ എങ്ങനെയാണെന്നും വെച്ചുകൊണ്ടാണ് അവിടെ അങ്ങ് പോകുന്നേ എന്ന് പറയുന്ന വിശ്വാസികൾ എവിടെ ചെന്നാലും ശരിയാകത്തില്ല. നിൽക്കുന്നിടത്തെ പ്രസ്ഥാനത്തെ സമൂഹത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എല്ലാവരും പറഞ്ഞേ, സ്നേഹിക്കണം. ആരെ? സഭയെ സ്നേഹിക്കണം. വേണ്ടേ? വേണം. സ്തോത്രം ചെയ്തേ. തൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എല്ലാവരും കരം കൂട്ടിത്ത് ഒന്ന് പറഞ്ഞ് യോഗ്യമായിട്ടൊക്കെ നടക്കണമെന്ന് പറ. ചുമ്മാ ഇപ്പം പറയാൻ പറ്റിയ അവസരമാണ്. അങ്ങനെ അയോഗ്യമായിട്ടൊക്കെ അങ്ങ് പറഞ്ഞോണം കേട്ടോ. യോഗ്യമായിട്ടൊക്കെ നടക്കണം. ആർക്കെങ്കിലും ഒരു കൊട്ടു കൊടുക്കണം, ഇപ്പം കൊടുത്തോ. വേണേ ഒന്ന് ഓടി കിടന്ന് കൊടുത്താലും കുഴപ്പമില്ല. എടാ കൊച്ചനെ എങ്ങനെ നടക്കണം? യോഗ്യമായിട്ടൊക്കെ നടക്കണം. രണ്ട്, എന്തോ ചെയ്യണം? ജനത്തെ ചേട്ടൻ അനിയത്തിയെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പറഞ്ഞേക്കണം. എടാ തൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? നീ കൂട്ടുകാരെ കാണുമ്പോൾ നമ്മളെ ഒരുമാതിരി ഒഴിവാക്കല്ലേ. കൂട്ടുകാരെല്ലാം അങ്ങ് പോവും. അവസാനം ആരെ കാണത്തുള്ളൂ? ഞാനേ കാണത്തുള്ളൂ. അതുകൊണ്ട് തൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? രണ്ട്, സഭയെ എന്ത് ചെയ്യണം? പറഞ്ഞേ, പറ. ഈ കൂട്ടായ്മ വരികയാണെങ്കിൽ മര്യാദയ്ക്ക് ഞങ്ങളെ സ്നേഹിക്കണമെന്ന് പറ. അങ്ങനെയുള്ളവരെ കൂട്ടായ്മ വരാ. സഭയെ എന്ത് ചെയ്യണം? കുറവില്ലാത്ത ഒരു സഭയുടെ പേര് പറഞ്ഞേ. കുറവില്ലാത്ത ഒരു പാസ്റ്ററുടെ പേര് പറഞ്ഞേ. കുറവില്ലാത്ത ഒരു പാസ്റ്ററുടെ പേര് പറയാമോ? നമ്മുടെ പാസ്റ്റർ, എല്ലാ പാസ്റ്റർക്കും അതിൻ്റെതായ എന്ത് വരും? നിങ്ങളുടെ പാസ്റ്റർ നല്ല പാസ്റ്റർ, എന്നാലും കുറവ് വരും. അപ്പോഴും നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷനല്ല. അതെപ്പോഴും ഓർത്തോണം. സ്നേഹം എന്താ? ഈസ് ഇറ്റ് കണ്ടീഷണൽ ഓർ അൺകണ്ടീഷണൽ? അൺകണ്ടീഷണൽ. ദാറ്റ് ഈസ് വാട്ട് ഈസ് അഗാപ്പെ. കുറവുകളുണ്ടെങ്കിലും സ്നേഹിക്കാൻ കഴിയുന്നതിൻ്റെ പേരാണ് എന്ത്? അഗാപ്പെ, സ്നേഹം. ഞാൻ എൻ്റെ ജനത്തെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. എനിക്ക് വ്യക്തിപരമായ ഒത്തിരി വിയോജിപ്പുകൾ പല കാര്യങ്ങളോടുണ്ട്. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ബേസിക്കലി ഐ എം നോട്ട് എ പൊളിറ്റീഷ്യൻ. ഞാനൊരു പാസ്റ്ററാണ്. പക്ഷേ കൂടെ പാർട്ടി മാറുന്നവരെ എനിക്കിഷ്ടമില്ല. ഇന്ന് 3 വട്ടം സീറ്റ് കിട്ടും, 4 വട്ടം കൊടുത്തു, 5ാമത്തെ വട്ടം കൊടുക്കാത്തപ്പം പാർട്ടി മാറുന്നവൻ പാർട്ടിക്കാരനല്ല, നീചനാ, കാലുവാരിയാ, അവസരവാദിയാ, സ്ഥാനമോഹിയാ. പ്രസ്ഥാനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. കൊണ്ട് നടന്ന് ഇത്രയും വെട്ടും വലുതാക്കി. ഞാനൊരു ബന്ധക്കോസുകാരനാണ്. ഞാൻ ന്യൂ ഇന്ത്യ ദിവസവരെ ശുശ്രൂഷകനാണ്. നിൽക്കുന്നിടത്തോളം കാലം ആ പ്രസ്ഥാനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. മനസ്സിലാകുന്നില്ലേ? അപ്പം തൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? പ്രാദേശിക സഭയോട് എന്ത് വേണം? സ്നേഹം വേണം. അപ്പോൾ ഒന്നാമത്തെ ക്വാളിറ്റി അവൻ ആരാണ്? യോഗ്യനാണ്. രണ്ടാമത്തെ ക്വാളിറ്റി തൻ്റെ ജനത്തെ എന്ത് ചെയ്യും? സ്നേഹിക്കുന്നവനാണ്. ചിലർ പറയത്തില്ല വീട്ടുകാരെ സ്നേഹിക്കത്തില്ല, നാട്ടുകാരെ എല്ലാം എന്ത് ചെയ്യും? സ്നേഹിക്കും. നാട്ടുകാരെ സ്നേഹിക്കരുതെന്ന് വേദോസം പറഞ്ഞോ? ഇല്ല. പക്ഷേ ആരുകാരെ സ്നേഹിക്കണം? വീട്ടുകാരെ സ്നേഹിക്കണം, തന്നെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട്, നിന്നെപ്പോലെ നിൻ്റെ. അപ്പോൾ നമുക്ക് ആരോട് സ്നേഹം വേണം? അല്ല, നിന്നോടൊരു സ്നേഹം വേണം. സ്വന്തമായിട്ടൊരു സ്നേഹം വേണം. സ്വന്തമായിട്ട് സ്വയത്തെ വെറുക്കുന്നവൻ ഒരിക്കലും ആരെയും എന്ത് ചെയ്യാനൊക്കത്തില്ല? സ്നേഹിക്കാനൊക്കത്തില്ല. നമ്മളോട് നമുക്ക് എന്ത് വേണം? സ്നേഹം വേണം. നമ്മളെ സ്നേഹിക്കണം. ആരെ? നമ്മളെ. ചുമ്മാ കണ്ണാടിക്ക് മുമ്പിലൊക്കെ പോയി എന്ന് പറയണം, ഞാൻ എന്തൊരു സുന്ദരനാണേ, വട്ടാന്ന് ആരും കേൾക്കരുത്.
ഇങ്ങനെ ഞാൻ നല്ല സുന്ദരിയാണ് കേട്ടോ. ഞാൻ ഇന്ന് കൊച്ചിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. അവളാ ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ഷർട്ടും ഒക്കെ ഇട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞു, കമാൻഡോയെ കെട്ടി ഇവളെ കൊണ്ടുപോവാ. എന്ത് സ്റ്റൈലാണെന്നറിയാം അവൾ അല്ല. അപ്പം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. പറഞ്ഞേ, നമ്മളെ സ്നേഹിക്കണം. നമ്മൾ മോശപ്പെട്ട കാര്യമാണോ? ആണോ? അല്ല. ആരുടെ സൃഷ്ടിയാണ്? ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. യുണീക്കാണ്. വി ആർ യുണീക്ക്ലി ക്രിയേറ്റഡ്. അത് തന്നെയല്ല, ഈ 24 വരാനായിട്ട് കാരണം ദൈവമാണ്. നമ്മുടെ വീട്ടിൽ നമ്മളെ ജനിപ്പിച്ച ദൈവമാണ്. എറണാകുളത്ത് നമ്മളെ കൊണ്ടുവന്ന ദൈവമാണ്. നമുക്ക് നമ്മോടെന്ത് വേണം? സ്നേഹം വേണം. അപ്പം തന്നെ മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? സ്നേഹം വേണം. തൻ്റെ ജനത്തെ സ്നേഹിക്കണം. ഉറക്കെ പറഞ്ഞേ, ജനത്തെ. ദൈവസഭ നിൽക്കുന്നിടത്തോട് കൂറ് വേണം. എനിക്ക് തോന്നുന്നു പി ജി അങ്കിളാന്ന് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രസ്ഥാനത്തിൽ പുള്ളി ആദ്യമായിട്ട് ഒരാളെ ചേർക്കുമ്പോൾ പുള്ളി ഇലയിടും, വിരുന്ന് കൊടുക്കും, ഉപ്പിടും. പണ്ട് വിരുന്നിന് ആദ്യം എന്താ ഇടുന്നേ? ഉപ്പാണ്. ഉപ്പ് വിളമ്പി അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഒടുവിൽ പഴവും പഞ്ചസാരയും ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഉപ്പ്. നമ്മുടെ നസ്രാണി വിരുന്നിന് 4 കോഴ്സായിരുന്നു. കോഴ്സ് കേട്ടിട്ടില്ലേ? ഫസ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ്, തേർഡ് കോഴ്സ്. അത് ലോകത്തെ പഠിപ്പിച്ചത് മലയാളിയാണ്, സായിപ്പല്ല. ഫസ്റ്റ് കോഴ്സാണ് കട്ട്ലേറ്റും സലാഡും. സെക്കൻഡ് കോഴ്സാണ് ബ്രെഡും സ്റ്റൂ. തേർഡ് കോഴ്സാണ് ചോറും പരിപ്പോ അല്ലെങ്കിൽ ഇരശ്ശേരിയോ ഒക്കെ. ഫോർത്ത് കോഴ്സാണ് പഴവും പാനിയും അല്ലെ പഞ്ചസാരയും തൈരും പഞ്ചസാരയും. 4 കോഴ്സ് കൂട്ടി ഉണ്ണാൻ ലോകത്തെ പഠിപ്പിച്ചത് ആരാ? നസ്രാണി, ക്രിസ്ത്യാനി, നമ്മളാ. പിന്നെ സായിപ്പ് പഠിച്ചേ 4 കോഴ്സ്. അപ്പം ആദ്യം ഉപ്പ് വിളമ്പും. അപ്പോൾ അച്ചായൻ വന്നിട്ട് അവരോട് പറയും, പുതുതായിട്ട് എടുക്കുന്നവരോട് ഉപ്പ് നക്കാൻ പറയും. ഉപ്പ് നക്കിച്ചിട്ട് പറയും, ഉപ്പ് നക്കിയെങ്കിൽ എന്നെ ചതിക്കില്ലെന്ന്. അങ്ങനെയുണ്ട്. നമ്മളൊരു ചൊല്ലുണ്ട്, ഉപ്പ് കൂട്ടി തിന്നവൻ എന്ത് ചെയ്യരുത്? ചതിക്കരുത്. അപ്പോൾ ഒരു കാര്യം സത്യം, ലവണം ഉടമ്പടിയാ. തൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ജനത്തെ സ്നേഹിക്കുന്നു. ഇനിയും 3ാമത്തെ കാര്യം, അവൻ തൻ്റെ ജനത്തെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അടുത്തത്, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു. പള്ളി തീർപ്പിച്ചു എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഒരു ആവശ്യത്തിൽ അവരെന്ത് ചെയ്തു? ഇടപെട്ടു. അന്ന് അവർക്ക് പള്ളിയായിരുന്നു ആവശ്യം. അതുകൊണ്ട് ഈ ശതാധിപൻ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് പള്ളി തീർത്തു. ചിലപ്പോൾ അന്ന് ശതാധിപനായതുകൊണ്ട് പള്ളിക്ക് സ്ഥലം ചോദിച്ചപ്പം ഗവൺമെൻറ് അപ്രൂവൽ വേണമായിരിക്കും, പഞ്ചായത്തിൻ്റെ സാങ്ഷൻ വേണമായിരിക്കും. ഇന്നത്തെ പോലെ അറിയില്ല. എന്തൊക്കെയാണേലും ആ കാര്യങ്ങളിലൊക്കെ ഈ പുള്ളി എന്ത് ചെയ്തു? ഇടപെട്ടു. അപ്പം ജനത്തെ സ്നേഹിക്കുക മാത്രമല്ല, ആ ജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്യണം? ഇടപെടണം. നമുക്കിപ്പോൾ സൊമാലിയയിൽ പോയി ഒന്നും ചെയ്യാൻ ഒത്തില്ലെങ്കിലും നമ്മുടെ സഭയിലെ ഒരു വിശ്വാസി മരിച്ചാൽ എന്ത് ചെയ്യാനൊക്കും? സഭയിലെ ഒരു വിശ്വാസി മരിച്ചാൽ എന്ത് ചെയ്യണം? പോയി കാണണം, കണ്ടിരിക്കണം. അല്ലാത്തൊരു വിശ്വാസികളല്ല. കല്യാണത്തിന് വിളിച്ചില്ലേ പോകണ്ട. ഇപ്പോൾ എല്ലാവരും കൂടെ കല്യാണത്തിന് വിളിക്കാൻ ഒക്കത്തില്ല. റെപ്രസെൻറ്റേറ്റീവ്സോ പ്രിയമുള്ളവരോ അല്ലെങ്കിൽ ഇത്ര പേരൊക്കെ ആയിരിക്കും പോകുന്നത്, പോക്കോട്ടെ. പക്ഷെ ചത്ത എന്ത് ചെയ്യണം? പോകണം. 2 രോഗിയാണേ എന്ത് ചെയ്യണം? പോയി കാണണം. വേണ്ടേ? വേണം. എന്ത് ചെയ്യണം? ജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്യണം? ഇടപെടണം. ഞങ്ങൾക്കൊരു ആൻറ്റിയുണ്ട്, കല്യാണത്തിന് പോത്തില്ലേലും ആര് മരിച്ചാലും, അത് പണക്കാരാകട്ടെ പാവങ്ങളാകട്ടെ, ചാച്ചിക്ക് അറിയാവുന്നവരാകട്ടെ അറിയാത്തവരാകട്ടെ, സഭയിൽ ഒരാൾ മളിച്ചാൽ ബോഡി എടുക്കുമ്പോൾ അവിടെ കാണും. ബോഡി എടുക്കുന്നിടം വരെ അവിടെ കാണും. ബോഡി കൊണ്ട് വെക്കുമ്പോൾ അവിടെ ഇരിക്കും, പോകുമ്പോൾ ഇരിക്കും. അതൊരു മാന്യതയുടെ ഭാഗം. ആരോടുള്ള സ്നേഹ? സഭയോടുള്ള സ്നേഹം. സഭ എത്ര വലുതായാലും നമ്മളെത്ര തിരക്കാണെങ്കിലും ജനത്തിൻ്റെ വിഷയങ്ങളിൽ എന്ത് ചെയ്യണം? ഇടപെടണം. ഒരാൾ രോഗിയാണെങ്കിൽ ഒന്ന് പോയി എന്ത് ചെയ്യണം? കാണണം. ഒരാളെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? തിരക്കണം. അതൊക്കെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ്. തൻ്റെ ജനത്തെ സ്നേഹിച്ചത് മാത്രമല്ല, ജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്തു? ഇടപെട്ടു. പ്രശ്നം ഉണ്ടാക്കുകയല്ല, പ്രശ്നങ്ങളിൽ എന്ത് ചെയ്തു? ഇടപെട്ടു. പറഞ്ഞേ, ആവശ്യങ്ങളിൽ എന്ത് ചെയ്യണം? ഇടപെടണം. കണ്ണിലൊക്കെ നോക്കി പറ, ആവശ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? ചിലപ്പോൾ ഭാഷ പറയും, നമുക്കൊരു ടി വി വേണം, അല്ലെ ഒരു മൈക്ക് സെറ്റ് വേണം, അല്ലെ ഒരു പുതിയ സംഭവം വേണം എന്നൊക്കെ പറയുമ്പോൾ പല്ല് കടിക്കരുത്. ആവശ്യങ്ങളിൽ എന്ത് ചെയ്യണം? ഇടപെടണം. പറഞ്ഞേ, ആവശ്യങ്ങളിൽ ചൊല്ലുണ്ട്. ഇവിടുത്തെ ഇടപെടത്തില്ല. വടക്കേന്ത്യയെക്കുറിച്ച് ഭാരമാണ്. മിഷനാണ്. മിഷൻ. ഈ മിഷൻ സഭയെ സ്നേഹിക്കാതെ മിഷൻ നടത്തുന്ന പലരും
സഭ അത് ചെറിയൊരു കാര്യമല്ല. പ്രാദേശിക സഭയെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ? അല്ല. അതുകൊണ്ട് വടക്കേന്ത്യക്ക് വേലയ്ക്ക് കൊടുക്കരുത് ഞാൻ പറഞ്ഞോ? ഇല്ല. ഞാൻ കൊടുക്കുന്നവനാണ്. എന്നെ കൊണ്ട് ആവോളം ഒക്കെ ചെയ്യാവുന്നതും ഒക്കെ ചെയ്യുന്നു. ഇന്ന ചെയ്തൊന്നും പറയാൻ കണ്ണിൽ കാണുന്നതും അറിയുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്, അപ്പോഴും എവിടെ ഇടപെടണം? ജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്യണം? ഇടപെടണം. ഉറക്കെ പറഞ്ഞേ, ജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ. അവർക്കൊരു പള്ളി വേണമായിരുന്നു. അവൻ ഞങ്ങൾക്ക് എന്ത് തീർപ്പിച്ച് തന്നു? ഒരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്വാളിറ്റി നമ്പർ 1. അവൻ ആരാണ്? യോഗ്യൻ. സർട്ടിഫിക്കറ്റ് യോഗ്യൻ. അതുകൊണ്ട് നമ്മളും ആരായിട്ട് നടക്കണം? യേശു വരണ്ടേ? ആരായിരിക്കണം? യോഗ്യൻ. ഞങ്ങൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചോ, നോ പ്രോബ്ലം. എന്തായിരിക്കണം? കോണ്ടസ്റ്റുകൾ ഡിഫറൻസാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് പിള്ളേരുടെയൊക്കെ. ഞാനൊരു റാന്നി എന്ന കൊച്ചു ഗ്രാമത്തിലെ ഒരു വിശ്വാസിയാണ്. എൻ്റെ വിശ്വാസികൾ ഭൂരിപക്ഷം സർവ്വസാധാരണക്കാരായ വിശ്വാസികളാണ്. ഇവിടെ കുറച്ചുകൂടെയൊക്കെ പട്ടണവാസികളാണ്. അതിൻ്റെതായ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ട്. പട്ടണത്തിൻ്റെ കൾച്ചറാണോ ഗ്രാമത്തിൻ്റെ കൾച്ചർ? അല്ല. ഞാൻ ഞായറാഴ്ച രാവിലെ ഒരു ബുൾഗാൻ താടിയൊക്കെ വെച്ച് ഇതെല്ലാം പഠിച്ച് ഇവിടെ മാത്രം വളർത്തി ഇല്ല. എനിക്ക് അവിടെ എവിടെയൊക്കെ ഓരോന്നുള്ളൂ. എന്നാലും ഇച്ചിരി ഒപ്പിച്ച് ഇതൊക്കെ ഒന്ന് വളർത്തി ഒരു 3/4 പാൻറ്റും ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് കയറി ചെന്ന്, കമോൺ ഗൈസ്, വി ആർ ഗോയിങ് ടു വർഷിപ്പ് ദ ലോർഡ്, കമോൺ എവരിബഡി. എന്ത് സംഭവിക്കും? അതെന്തല്ല, ആ കൾച്ചറിൽ എന്തല്ല. അതേസമയം ഒരു യൂത്ത് വർഷിപ്പ് മാത്രം ഉള്ളിടത്ത് ചിലപ്പോൾ അതിനെന്തില്ല. പിള്ളേർ മാത്രം വൈകിട്ടൊരു ഒരു പ്രാർത്ഥിക്കാൻ കൂടിയിരിക്കുമ്പോൾ ടൈയും സൂട്ടും ധരിച്ച് വരേണ്ട ആവശ്യമുണ്ടോ? അതും ഒരു തരം പ്രശ്നം. അപ്പം കോണ്ടസ്റ്റിൽ എല്ലാം എന്തായിരിക്കണം? യോഗ്യമായിരിക്കണം. ഉറക്കെ പറഞ്ഞ് എന്തായിരിക്കണം? യോഗ്യമായിരിക്കും. അപ്പം നമ്മളെപ്പോഴും യോഗ്യരായിരിക്കണം. ഭാഷയോഗ്യം, ദൈവം, അതിൻ്റെ എല്ലാം ക്വാളിറ്റി നമ്മളെ ഒരു ക്രൈസ്തവ സംസ്കാരത്തിലാണ്. ഈ വെസ്റ്റേൺ കൾച്ചറിലൊക്കെ അവർ തിങ്കൾ മുതൽ ഇപ്പോൾ അതെല്ലാം മാറുന്നത്. ഞാൻ കുറേ വർഷങ്ങൾ ട്രെൻഡുകൾ ഇപ്പോഴും ഉള്ളവരുണ്ട്. പ്രായമുള്ളവരുടെ ചർച്ചിലൊക്കെ അവർ ഞായറാഴ്ച വെൽ ഡ്രസ്ഡ് ആയിരിക്കും. അവർ സൺഡേയിൽ ഒരാഴ്ച ഒരുങ്ങാൻ നടന്നാലും എപ്പോൾ ഒരുങ്ങും? സൺഡേ. കാരണം അതിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ആരായിരിക്കണം? യോഗ്യമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ജനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. മൂന്നാമത്തെ ക്വാളിറ്റി, ജനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്തു? ഇടപെട്ടു. സ്വതന്ത്രം ചെയ്യാമോ? ജനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്തു? ഇടപെട്ടു. വിഷയങ്ങളിലൊക്കെ ഇടപെടേണ്ട. ചുമ്മാ കയറി എല്ലാത്തിനകത്തും തലയിടരുത്. എന്നാൽ ഒരു ആവശ്യം വന്നാൽ, എന്നെക്കൊണ്ടൊരു ആവശ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്തിരിക്കണം? ഇടപെട്ടിരിക്കണം. കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ഒക്കെ ചെയ്യണം. നാലാമത്തെ ഒരു കാര്യമാണ്, ഈ ദാസൻ ഇപ്പോൾ കിടക്കുന്ന ആളുടെ വീട്ടിലാണ്, ശതാധിപൻ്റെ വീട്ടില്ല. ദാസിനെ വീട്ടിയിട്ട് ശുശ്രൂഷിക്കേണ്ട കാര്യം ശതാധിപനുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇന്ന് പലർക്കും ആരുപോലും ഭാരമാണ്. മാതാപിതാക്കളെ വീട്ടിയിട്ട് ശുശ്രൂഷിക്കുന്നവർ കുറവാണ്. മാറുക, കോണ്ടസ്റ്റല്ല. ഇപ്പോഴത്തെ പലരിനോട് പറഞ്ഞിട്ട് ഏറ്റവും ട്രെൻഡായിട്ടുള്ള കാര്യം ചെയ്യാൻ ഒക്കുന്നത്, കാശുണ്ടാക്കുകയും ചെയ്യാം, കാര്യങ്ങൾ നടക്കും, മിഷൻ എന്ന പേരാകും. എന്താണ്? ഓൾഡ് ഏജ് ഹോം നടത്തുക. കാരണം ഇപ്പോൾ എല്ലാ പിള്ളേരും പുറത്തു പോയി. ഇവിടെ ഒഴിവാക്കപ്പെടുന്ന ആരാ? മാതാപിതാക്കളാണ്. സ്വന്തം മാതാപിതാക്കളെ നമുക്ക് വീട്ടിൽ സംരക്ഷിക്കാൻ പാടാം. അപ്പം പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണം. പക്ഷേ ഈ ദാസ്, എനിക്ക് അത്ഭുതം തോന്നി. ഈ ശതാധിപൻ തൻ്റെ വീട്ടിലകത്ത്, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ യോഗ്യനല്ലെന്ന്. അപ്പോൾ ഈ ദാസനെ എവിടെ ശുശ്രൂഷിക്കുക? മരിക്കാറായി ദാസനെ ഇപ്പം കിടക്കുന്ന ആട്ടെ വീട്ടില. എന്തോ മനുഷ്യനായിട്ട്. അതുകൊണ്ടൊക്കെ അവരുടെ ചരിത്രമൊക്കെ വേദോസത്തിൽ വരുന്നത്. നമുക്കിപ്പം പലരും ഈ അപരൻ നമുക്കൊരു ഭാരമായിട്ടുള്ളിടത്താണ് നമ്മൾ മനുഷ്യൻ പോകുന്നത്. ഭാര്യ കിടപ്പിലായാൽ പോലും പ്രായമാകുമ്പോൾ അല്ല കിടപ്പിലായി പോയാൽ വേണേൽ ഉപവസിച്ച് കളയും. കർത്താവെ ഒത്തിരി കഷ്ടത്തിലാക്കാതെ അങ്ങ് എടുത്തോണേന്ന്. അതേസമയം തിരിച്ച് കുറച്ചുകൂടെ നോക്കും കേട്ടോ. ഞാൻ ആ കാര്യത്തിൽ സൗകര്യമാരെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. അവരെത്ര കഷ്ടപ്പെട്ടാന്നേലും ആരെ നോക്കുന്നുണ്ട്? ഭർത്താക്കന്മാർ നോക്കുമെന്ന് ചോദിച്ചാൽ നോക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇനി അവർ നോക്കാൻ തുടങ്ങിയാലും അവരുടെ അമ്മായിമ്മ പറയും, മരുമോൾ ചത്തുപോട്ടെ, ഉപവസിക്കും,
കിടക്കുമ്പോൾ ചാകുന്നതിന് മുമ്പ് മരുമോന് കല്യാണം ആലോചിച്ച അമ്മായിമ്മ എനിക്കറിയാം. ചത്തുപോയാൽ 1 വർഷത്തേക്കിന് നമുക്ക് നീട്ടിയിട്ടേക്കാം, വേറെ ആർക്കും കൊടുക്കരുത്. ഏതാ എവിടെങ്കിലും ഒരുത്തിന് കല്യാണം വരുമ്പോൾ എൻ്റെ മരുമോള് ചാകായി കിടക്കുക, ഉടനെ പൊക്കോളും, പോയാൽ നമുക്ക് എന്ത് ചെയ്തേക്കാം, കെട്ടിയേക്കാം. പക്ഷേ ഇവിടെ പറയുന്നൊരു വാക്കുണ്ടോ, ഈ മനുഷ്യനെ എവിടെ ഇട്ട് ശുശ്രൂഷിച്ചു? ശതാധിപൻ്റെ വീട്ടിൽ ഇട്ട് ശുശ്രൂഷിച്ചു. ചെറിയ കാര്യമാണോ? എന്തൊരു മനുഷ്യനാ മനുഷ്യൻ, എന്തൊരു മനുഷ്യനാ മനുഷ്യൻ. വേലക്കാരനാ, ദാസനാ, സെർവൻ്റാ? കളഞ്ഞോ? ഇല്ല. കളഞ്ഞോ? ഇല്ല. വൈകല്യമുള്ള മക്കളെ പോലും ഹോമിലാക്കുന്നവരാ. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, വൈകല്യപ്പെട്ട ഒരു കുഞ്ഞ് മരിച്ചു, 30 വയസ്സുണ്ട്. അവൻ്റെ അപ്പൻ എഴുന്നേറ്റ് സാക്ഷ്യം പറയുക, ഞങ്ങൾ കൂലിവേലക്കാരാ. അന്നത്തെ പഞ്ചായത്ത് മെമ്പർ വന്ന് പറഞ്ഞു, നിങ്ങൾ കഷ്ടപ്പെടണ്ട, ഈ കുഞ്ഞിനെ ഇന്ന സ്ഥാപനത്തിലാക്കാൻ ഞാൻ ശുപാർശ ചെയ്യാം, നിങ്ങൾ ഫ്രീ ആയിട്ട്. ഞങ്ങൾ പറഞ്ഞു, തൻ്റെ ശുപാർശ വേണ്ട, ഫ്രീ ആകണ്ട, ദൈവം തമ്പുരാൻ തന്നതാ, ഞാൻ കൂലിപ്പണി ചെയ്തോളാം. അവൾ നോക്കി, അയ്യോ, ആ കുഞ്ഞിനെ എടുത്തപ്പം അവിടെ കസിൻസിൻ്റെയൊക്കെ മയങ്ങിപ്പോന്നു. ഞാൻ പാവങ്ങളാ, വയ്യാത്ത, ഓട്ടിസം വന്ന, രൂപഭംഗി പോലും ഇല്ലാത്ത കുഞ്ഞിനെ എടുത്തപ്പോൾ കസിൻസ്, സഹോദരങ്ങളൊക്കെ മയങ്ങി വീഴുന്നു, കൂടെ പുറപ്പെന്നും പറഞ്ഞുകൊണ്ട് കരയുന്നു. ഈ കൊച്ചു കൊച്ചു മനുഷ്യരിലുള്ള ഒത്തിരി മൂല്യങ്ങളുണ്ട്. അങ്ങനെ വയ്യാത്തൊരു കുഞ്ഞുണ്ടായാൽ പോലും ഹോമിലാക്കുന്ന നമ്മൾ ഇവരെ മനസ്സിലാക്കണം. വയ്യാത്ത മനുഷ്യനെ എവിടെയിട്ട് ശുശ്രൂഷിക്കുക? വീട്ടിലിട്ട്. മരിപ്പാറായിരിക്കുക. അവന് വേണ്ടി മരണക്കടക്ക് ഒരുക്കിയ ഒരു മനുഷ്യൻ, യജമാന. അയാളുടെ ചരിത്രം എവിടെ ഉണ്ട്? വേദപുസ്തകത്തിലുണ്ട്. നീ എനിക്കൊരു ഭാരമല്ലെന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. നീ എനിക്ക് ആരല്ല, ഒരു ഭാരമല്ല. വയ്യാത്തൊരു മനുഷ്യൻ പറയുകയാണ്, നീ എനിക്ക് എന്തല്ല, ഭാരമല്ല. അപ്പനോ അമ്മയോ സഹോദരനോ ഭാര്യയോ ജീവിത പങ്കാളിയോ തളർന്നു പോയാൽ അവരൊരു പക്ഷേ അവരെ നോക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയും, എടി നിനക്ക് ഞാൻ ഒരു ഭാരമല്ലേ, ആർക്കും ഭാരമാകാതെ എന്നെ എടുത്തോണെന്ന് പ്രാർത്ഥിക്കാൻ ഇടയാകാത്തൊരു വീടാ. നീ എനിക്ക് എന്തല്ല, ഒരു ഭാരമല്ല. നീ എനിക്ക് എന്തല്ല, ഭാരമല്ല. സ്നേഹമുള്ളിടത്ത് ഈ ഭാരത്തിന് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ചുമട് മൃദുവ്, എൻ്റെ ചുമട് ലഘു, എൻ്റെ മുഖം മൃദുവാണ്. മുഖത്തിന് അതിൻ്റെതായ ഭാരം ഉണ്ടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇതെന്താകും? മൃദുവാണ്. അപ്പം ശതാധിപൻ്റെ വീട്ടിൽ ഇട്ടാണ് ഇന്ന് മനുഷ്യരെ ഭാരമായിട്ട് കാണുന്ന ലോകത്ത് ഈ വേലക്കാരൻ എനിക്ക് ഭാരമല്ലെന്ന് ചിന്തിച്ച ഒരു മഹാനായ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പേരാണെന്ത്? ശതാധിപൻ. കണ്ടോ? നീ എനിക്ക് ആരല്ല, ഒരു ഭാരമല്ല. നീ എനിക്കൊരു ഭാരമല്ല. ഇനി മറ്റൊരു വലിയ പ്രത്യേകത ഞാൻ കണ്ടു. ഈ ശതാധിപൻ സ്നേഹിതന്മാരെ യേശു അങ്ങോട്ട് പോയപ്പോൾ പറയുകയാണ്, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, തോന്നിയിട്ടില്ല. നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാ, എനിക്ക് അങ്ങോട്ട് വരാനും ആരല്ല, യോഗ്യനല്ല. പക്ഷെ ഇയാളെക്കുറിച്ചുള്ള സാക്ഷ്യം എന്താ? ഇയാൾ ആരാ? യോഗ്യൻ. അയാൾ പറയുന്നത് എന്താ? ഞാൻ യോഗ്യൻ. അകനിന്നെ അല്ല, അത് ഇൻഫീരിറ്റി കോംപ്ലക്സും അല്ല. ഇൻഫീരിറ്റി കോംപ്ലക്സ് വേറെയാണ്. എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയുന്ന അല്ല ഇവിടെ പറയുന്നത്. ചിലർ ഭയങ്കര വിശുദ്ധരങ്ങാകും. ഞാൻ നിന്നെപ്പോലല്ലെന്ന്, ഞാൻ ഭയങ്കര വിശുദ്ധനാണ്. ആളുടെ തോളലോട്ട് ഏണി വെച്ചിട്ടാണെന്നറിയാമോ? വല്ലപ്പോഴും ഒരു ബീഡി വലിക്കുന്നവൻ്റെ തോളലോട്ട് ഏണി വെച്ചിട്ട് പറയും, ഞാൻ ആരാ? വിശുദ്ധനാ. ഇവൻ്റെ ബീഡി വലി അങ്ങ് നിർത്തും, അവൻ രക്ഷപ്പെടും. ഇവൻ പോണോഗ്രാഫി കാണുന്നവനാ. അവൻ പക്ഷേ പോണോഗ്രാഫി കാണത്തില്ല, വീഡിയോ വലിക്കത്തേ ഉള്ളൂ. തമ്പുരാൻ ചിലപ്പോൾ അവനെ അങ്ങ് വിശുദ്ധീകരിക്കും. എൻ്റെ സഭയിൽ ഒരു വീഡിയോ വലിക്കും, എന്നും വന്ന് കരയും, അച്ചായ നിർത്തി, വീണ്ടും തുടങ്ങി പ്രാർത്ഥിക്കണേ. 3 മാസം നിർത്തും, 3 മാസം തുടങ്ങും. പക്ഷെ പിന്നെയും കരയും. അതിനകത്ത് സമ്മതിക്കും, എനിക്ക് വീഡിയോ വലിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കണേ, നിർത്താൻ നോക്കുന്നില്ല. ഒരു ദിവസം കൊച്ചിന് ബ്രസ്റ്റിനൊരു മുഴ, ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. പെങ്കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. പെങ്കൊച്ച് കരഞ്ഞുകൊണ്ട് അപ്പനെടുക്ക ചെന്ന്, പപ്പ ചിലപ്പം ബീഡി വലി നിർത്തിയാൽ ഇതങ്ങ് പോകുമായിരിക്കും എന്ന് പറഞ്ഞു. അയാൾ അന്ന് സത്യം ചെയ്തു, നിർത്തി, അതങ്ങ് പോയി. പുള്ളിയുടെ ബീഡി വലിയിൽ നിന്നു. അയാളെ അശുദ്ധനായിട്ട് കരുതിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും പലതും എന്ത് ചെയ്തിട്ടില്ല, നിർത്തിയിട്ടില്ല.
പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ, ഞാൻ ആരല്ല, യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ തൻ്റെ അയോഗ്യതകളെ താൻ കാണുകയാണ്. സ്വയം വിശുദ്ധനല്ലായിരുന്നു. ഈ സ്വയപ്രഖ്യാപിത വിശുദ്ധന്മാരാണ് ആത്മീയ ലോകത്തെ അപകടം. അതിവിശുദ്ധി പറയുന്ന ഒരു അപകടകാരികളാകട്ടോ. അയ്യോ അടുക്കല്ലേ 7 അയലോക്കത്ത്. എനിക്ക് അങ്ങനെയുള്ളവരെ പേടിയാണ്. ബേസ്റ്ററി കർത്താവ് ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചു, നേരിട്ട് വന്ന്. ഞാൻ ആ വഴിക്ക് പോകത്തില്ല, എനിക്ക് പേടിയാണ് അവരെ. 2 കൂട്ടരെ അപകടകാരികളാണ്. ഒന്ന് അതിവിനയം കാണിക്കുന്നവരുണ്ട്. അതിവിനയം മനസ്സിലായില്ലേ? ക്രിസ്തലോ അവരെപ്പം കാലേ വാരി നോർത്താൽ മതി. ഈ കുനീന്ന് എന്തിനാണെന്നറിയാം? വലിച്ചു താഴെ ഇടാനാ. അതിവിനയം കാണിക്കുന്ന അപകടമാ. അതിവിശുദ്ധി പറയുന്നത് എന്താ? അപകടം. അതിവിശുദ്ധി പറയല്ല, അയ്യോ ആ പെങ്കൊച്ചിൻ്റെ പൊരിയം കണ്ടോ, ആ പെങ്കൊച്ചിൻ്റെ ലിഫ്റ്റിക്ക് കണ്ടോ, ആ പെങ്കൊച്ചിൻ്റെ അത് കണ്ടോ. അതിവിശുദ്ധിയാ. ഇവർ അപകടകാരികളാ. ഞങ്ങളുടെ ഒരു കല്യാണം നടക്കുക, കോവിഡിൻ്റെ സമയത്തൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയല്ല. അപ്പോൾ ഈ കല്യാണത്തിന് എന്തോ വേണം, അന്ന് വാതിക്ക നിൽക്കും തോക്കുമായിട്ട് 2 പെൺപിള്ളാരെ കണ്ടിട്ടുണ്ടോ? മറന്നുപോയോ? മറന്നുപോയി അല്ലേ? ആ സാധനം പോയിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്താ അതിൻ്റെ പേര്? ടെമ്പറേച്ചർ നോക്കാൻ വരുമ്പോഴേ എന്താ തോക്ക പേര് നമ്പറൊക്കെ എഴുതത്തില്ലേ? ഓർമ്മയുണ്ടോ? മറന്നുപോയോ? മറക്കല്ല ഒന്നും. ആ അപ്പോൾ അതിന് ഇവൻറ്റുകാരെയൊക്കെ നിർത്തിയപ്പോൾ ഞാൻ ഇവൻറ്റുകാരോട് പറഞ്ഞ് 2 പേരെ നിർത്തിയേക്കാൻ പറഞ്ഞു. 2 പെൺപിള്ളേരെ വന്ന് ഇന്നും ഇത്രയും മിടിയൊക്കെ ഇട്ട് നല്ല ലിഫ്റ്റിക്കൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് 2 പെൺപിള്ളേർ. ഈ പുള്ളി പോയിട്ട് പിന്നെയും തിരിച്ചു വന്നു. പ്രിൻസിപ്പാസ്റ്ററെ, നിങ്ങൾ ഇങ്ങനത്തെ അശുദ്ധനായിപ്പോയല്ലോ. ഇതാണോ സഭയുടെ മുമ്പിൽ? എന്തോ വെച്ചാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ കണ്ടില്ല ഇതുവരെ. ഈ കാണേണ്ടവരെ ഇതൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ? ഞാൻ കണ്ടില്ല, സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ചോദിച്ചു എന്തോന്ന്? അവരുടെ കാലേ തൊടാ ലൈവ് പോവാ അല്ലേ? ക്ഷമിക്കണം. അൺപാർലമെൻ്ററി വേർഡാണെങ്കിൽ അങ്ങ് പൊറുക്ക്. ഞാൻ ചോദിച്ചു, കിളവൻ മുതുക്കൻ പോയിട്ട് പിന്നെയും തിരിച്ചു വന്നേക്കുക. ഇള് കറയുന്നേരം പോത്തില്ല. ഇയൊക്കെ കയറിപ്പോയാൽ പോരെ? കാണേണ്ടവരെ ഇതൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ? ഞാൻ പറഞ്ഞു, മുതുക്ക കയറിപ്പോടും, താൻ കയറിപ്പോ. ഞാനിതുവരെ കണ്ടില്ല. അയാളിങ്ങനെ വട്ടം ചുട്ടി നിൽക്കുക. എന്തോ കാണാനാ? ഞാനിതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ പെൺപിള്ളേരെ വിളിച്ചേ, ഞാനും ഭാര്യ കൊണ്ട് വിളിച്ചു. എനിക്ക് തോന്നി അവർക്ക് ഇച്ചിരി പൈസ കൊടുക്കണം, ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇവരെ വിളിച്ചപ്പോൾ ഈ കൊച്ചുങ്ങൾ പറഞ്ഞു, അച്ഛൻ തളർന്ന് കിടക്കുക, അതോ അമ്മയാണോ? അച്ഛൻ തളർന്ന് കിടക്കുന്ന, അമ്മയ്ക്ക് വയ്യ. ഡിഗ്രിക്ക് ഇവിടെ ആലുവായ്ക്കപ്പുറത്ത് പഠിക്കുന്ന മക്കളാ. ഞങ്ങളിങ്ങനെ ആഴ്ച 1-2 ദിവസമൊക്കെ ഇത് കിട്ടുമ്പം പോവും. അതിന് 10,000 രൂപ കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നിട്ട്. ആ കൊച്ചുങ്ങൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ കോട്ടൊന്നും കണ്ട് അളക്കല്ലേ, ഇവൻ്റുകാർ തന്ന, ഞങ്ങളുടെ അല്ല. അപ്പോഴാണ് ഈയുടെ വിശുദ്ധിയെ എനിക്ക് ഈ അതിവിശുദ്ധി പറയുന്ന ഒരു അപകടകാരികളാണ്. പക്ഷെ ഇയാള് പറഞ്ഞ എന്താ? ഞാനെന്തല്ല, യോഗ്യനല്ല. ഞാൻ ആരല്ല? അവനവൻ്റെ കുറവ് കാണും. വിധിക്കാൻ ദൈവം നമുക്ക് കഴിവ് തന്നേക്കാം. നാട്ടുകാരെ വിധിക്കാനാണോ, നമ്മളെ വിധിക്കാനാണോ? നമ്മളെ വിധിക്കാനാ. ഞാൻ ആരല്ല, യോഗ്യനല്ല. എൻ്റെ പുരയ്ക്കകത്ത് വരാൻ പോലും യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതതിൻ്റെ സത്യം. നമ്മൾ ആരെങ്കിലും യോഗ്യരാണോ? അല്ല. നമ്മുടെ സെൽഫ് വിശുദ്ധി കൊണ്ട് നമ്മൾ യോഗ്യരാണോ? അല്ല. കർത്താവ് നമ്മളെ നീതീകരിച്ചതാ. കർത്താവിൻ്റെ കൃപയിൽ നമ്മളെ പൊതിഞ്ഞതാ.